ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി വളരെയധികം സങ്കടപ്പെട്ടിരിക്കാൻ കേട്ടോ. ചന്ദ്ര തന്നെ തല്ലുക മാത്രമല്ല, ശ്രുതി തന്നെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആ ഒരു സങ്കടം കൂടി ശ്രുതിക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിമലാൻ്റെയുടെ കോള് വരുന്നത്. വിമലാൻ്റി പറയുന്നുണ്ട്, മോൾ എടുത്തു കയറി ഒന്നും ചെയ്യരുത്, അവരെന്ത് പറഞ്ഞാലും അതെല്ലാം കേട്ട് മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ എന്തായാലും ഇവിടെ വിട്ടിറങ്ങി നിങ്ങൾക്ക് ശല്യമായിട്ട് ആ വീട്ടിലേക്ക് വരികയില്ല, ഫോൺ വെക്കുക എന്ന് പറഞ്ഞൊരു ദേഷ്യത്തോടു കൂടി തന്നെ കോള് കട്ട് ചെയ്യാൻ കേട്ടോ. ആ ഒരു സംസാരം വിമലാൻ്റെയും വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ എങ്ങനെയെങ്കിലും ശ്രുതിയെ കണ്ട് സംസാരിക്കണം, ശ്രുതിനെ സമാധാനിപ്പിക്കണം, റൂമിലേക്ക് ചെല്ലാം, അമ്മയുടെ റൂമിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയത്താണ് ചന്ദ്ര റൂം തുറന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്രയെ കാണുമ്പോഴത്തേക്കും താൻ എക്സസൈസ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കള്ളം പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എക്സസൈസ് ഒക്കെ ചെയ്ത് ശരീരമാകെ വേർതിരിക്കുകയാണമ്മേ, ഞാനിന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, വാതിലൊന്നും അടയ്ക്കേണ്ടല്ല, വാതിൽ തുറന്നിട്ടാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ ശ്രുതി തൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ വെറുതെ ആയി പോയില്ലേ എന്നുള്ളൊരു സങ്കടത്തോടു കൂടി തന്നെ ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ടവലില്ലാതെയാണ് ഇവിടെ കുളിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഓ അമ്മ അത് ബാത്റൂമിലുണ്ട്, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിൻ്റെ അകത്തേക്കാണ്. ഇതേ സമയം തന്നെ ശ്രുതി ആകെ സങ്കടപ്പെട്ട് കട്ടിലിരിക്കുകയാണ്. ചന്ദ്രയെ കാണുമ്പോൾ തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിലും ഇവളെ കാണുന്നതിൽ തന്നെ ദുശകരമാണ്, എന്ത് ചെയ്യാൻ, ഈ വീട്ടിൽ തന്നെ താമസിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് വളരെ മോശമായ രീതിയിൽ തന്നെ പെരുമാറുമ്പോഴത്തേക്കും ശ്രുതി ദേഷ്യത്തോടെ സങ്കടത്തോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാം കേട്ടോ. ചന്ദ്രയാണെങ്കിൽ കട്ടിലേക്ക് വന്നിരുന്നതിന് ശേഷം മിണ്ടാതിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ അമ്മ പോയെന്ന് തോന്നുന്നു, ശ്രുതിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കട്ടിലിരിക്കുന്ന ചന്ദ്രയെ കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കാനും, എന്താ കുളിയൊന്നും കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുളിക്കാൻ പോവുകയാണ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ബാത്റൂമിലേക്ക് ഇറങ്ങിയതിന് ശേഷം ബാത്റൂം പൊട്ടി വളരെയധികം സങ്കടത്തോടെ തന്നെ കാരണം ശ്രുതിയോട് സംസാരിക്കാൻ പോലും ചന്ദ്ര സമ്മതിക്കുന്നില്ല. ശ്രുതിയാണെങ്കിൽ അവിടെ നേരെ ചെല്ലുന്ന അടുക്കളയിലേക്കാണ്. രേവതി എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചായ ചോദിക്കുന്നുണ്ട്. ഫ്ലാസ്കിൽ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ടെന്ന് രേവതി പറയുന്ന സമയത്ത്, നിനക്ക് എന്താ എടുത്തു തന്നാലെന്ന് ശ്രുതി ചോദിക്കുന്ന അതേ സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്ന്, നിനക്കെടുത്ത് കുടിച്ചതോടൊപ്പം നിൻ്റെ കയ്യിൽ വളം ഊരി പോകുമോ രേവതി, നീ ഇതൊന്നും എടുത്ത് കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി വളരെ അതിശയത്തോടെ തന്നെ ചന്ദ്രയെ നോക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ശ്രുതിയോടുള്ള ദേഷ്യങ്ങളെല്ലാം തന്നെ രേവതിയോടുള്ള സ്നേഹത്തോടെയാണ് കേട്ടോ ചന്ദ്രയ്ക്ക് പുറത്തേക്ക് വരുന്നത്. രേവതിയോട് പറയാം, നീ അടുക്കളയിൽ ജോലികളൊന്നും ചെയ്യേണ്ടതില്ല, അവൾക്കുള്ള കാര്യങ്ങൾ അവൾ തന്നെ എടുത്ത് കഴിച്ചോളും, മോള് പോയി ടി വി കാണുക, അതുമില്ലെന്നാണെങ്കിൽ പൂ കെട്ടിക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയോട് വളരെ സ്നേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് രേവതി ആകെ അതിശയത്തിന് കാണാൻ സ്വപ്നത്തിലാണോ എന്ന് വരെ രേവതി ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുന്ന സമയത്ത്, എനിക്കറിയാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ദേഷ്യപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര അത് കേട്ടുകൊണ്ട് തിരികെ വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്തൊരു പിറുപിറുത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കോ ഒന്നുമില്ല ആൻറ്റിന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. മോളെ രേവതി ഇവൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എനിക്കറിയാം നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യിക്കേണ്ടത് എന്നാണ് പറഞ്ഞതെന്ന് രേവതി ഒരു വെളിവില്ലാത്ത രീതിയിൽ സംസാരിക്കും. കാരണം പെട്ടെന്നുള്ള ചന്ദ്രയുടെ മാറ്റം രേവതിനെ വല്ലാതെ തന്നെ ഒരു സന്തോഷത്തിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം തന്നെ ചന്ദ്ര പറയാൻ, നീ അത്രയ്ക്കായിരുന്ന ഒരു കാര്യം ചെയ്യുന്നത്, നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമല്ല നീ ഇന്ന് എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടായിക്കോ, രേവതി മോളെ നീ പോയി ടി വി കാണുക, ടി വിയിൽ നല്ല സിനിമയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കാട്ടെ. രേവതി ആണെങ്കിൽ അവിടെ നേരെ ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ശ്രീകാന്തും വർഷയും സച്ചിയും രവിയും ഉണ്ട്. അപ്പോൾ രേവതിയിൽ നടത്താൻ കാണുന്ന സമയത്ത്, മോളെ രേവതി നിനക്ക് എന്താ പറ്റിയെന്ന് രവി ചോദിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ രേവതി നീ ഇത് എവിടെയൊന്നും അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അടുക്കളയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയട്ടെ, മാത്രമല്ല അമ്മയ്ക്ക് എന്നോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രവിക്കും സച്ചിക്കും ശ്രീകാന്തിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൂടി തന്നെ രേവതി പറയുന്നു, അമ്മയും നിന്നോട് സിനിമ കാണാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ദൈവമേ വീണ് കിട്ടിയ അവസരമാണ്, ഇത് എന്തായാലും നല്ല മാറ്റമാണ് രേവതി, അമ്മ പറഞ്ഞില്ല നീ ഇവിടെ നിന്ന് സിനിമ കാണുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരും കൂടി കോമഡി സിനിമ വെച്ചുകൊണ്ടിരിക്കുകയാണ്. രവിയാണ് ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ശ്രുതി മാറുന്ന കേൾക്കോട്ടെ, തൻ്റെ ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ശ്രുതി സങ്കടത്തോട് നടന്നു വരുന്ന സമയത്ത്, എടാ നീ ഒരു കോമഡി പടം കാണുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. നീ നിൻ്റെ വഴിക്ക് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് പോകുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ശ്രുതിയായിട്ട് ഈ ഒരു പടം കാണുന്നത് നല്ല കോമഡിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അവർ ബാക്കിയുള്ള ജീവിതത്തിൽ കോമഡി ഉണ്ടാക്കാൻ ഏത് നേരത്തെ സമയമെന്ന് സച്ചി പറയുമ്പോഴത്തേക്ക്, നീ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയല്ല ശ്രുതിനെ കണ്ടും സംസാരിക്കണം, അവൾ അടുക്കളയിലുണ്ടെന്നല്ലേ പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുന്ന അതേ സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്ന്, നിനക്കെന്താ അടുക്കളയിൽ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് ശ്രുതി പറയുന്ന കൊടുത്ത് തന്നെ പറയുകയാണ്. അമ്മേ ഞാൻ ഇവളോട് മിണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ, പിന്നെ ഇവളെ എന്നോട് മിണ്ടാൻ ശ്രമിച്ചു, ഇവളെ എന്നോട് പറയാ ശ്രുതിക്കും അമ്മയ്ക്കും എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും
ശ്രുതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇതേ ചോദ്യങ്ങളൊന്നും തന്നെ ശ്രുതിയോട് താൻ ചോദിച്ചിട്ടില്ല. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ഒരു വാക്ക് പോലും മിണ്ടാനായില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തോടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര പറയുന്നത് നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല, നീ എന്താ ശ്രുതി മോനോട് പറഞ്ഞാൽ ഞാനും അവനെ സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ മോനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ശ്രുതി ദേഷ്യത്തോട് പറയുന്നുണ്ട്. നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ ആകപ്പാടെ പെട്ട അവസരം നിൽക്കുകയാണ്. ശ്രുതിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കൂടുതൽ തന്നെ രേവതി ചെയ്യുന്നതിന് എല്ലാ ജോലികളും താനും ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.